നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. പുനർജനി കേസിൽ വി സതീശനെ കുടുക്കാനുള്ള CPM-ന്റെയും സർക്കാരിൻ്റെയും ശ്രമം പാളിയിരിക്കുകയാണെന്ന് CPM നേതാക്കൾ തന്നെ രഹസ്യമായി സമ്മതിക്കുന്നു. പറവൂരിൽ വെള്ളപ്പൊക്കത്തിൽ വീട് നഷ്ടപ്പെട്ട, പ്രളയകാലത്ത് വീട് നഷ്ടപ്പെട്ട പാവപ്പെട്ടവർക്ക് വീട് വച്ചു കൊടുക്കാനുള്ള പദ്ധതിയുടെ പേരാണ് പുനർജനി. ഇതിനായി വി സതീശൻ വിദേശത്ത് പോയി, പ്രത്യേകിച്ച് UK-യിലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം പോയി പണം പിരിച്ചു എന്നുള്ള ആരോപണമാണ് ഈ പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നേരിടുന്നത്. ഇതേ തുടർന്ന് വിജിലൻസ് അന്വേഷിച്ച് മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകി. വിജിലൻസ് റിപ്പോർട്ടിൽ ആദ്യം പറയുന്നത് വി സതീശൻ വിദേശത്ത് നിന്ന് പണം പിരിച്ചതിന് യാതൊരു തെളിവും ഇല്ല. അങ്ങനെ തെളിവില്ലാത്ത ഒരാളുടെ പേരിൽ എങ്ങനെ കേസെടുക്കും? അതേസമയം പുനർജനിക്ക് വേണ്ടി പണം പിരിക്കുന്നതിൻ്റെ ഭാഗമായി അദ്ദേഹം വിദേശത്ത് നടത്തിയ ചില പ്രസംഗങ്ങളുടെ എല്ലാം വീഡിയോ ടേപ്പും ഓഡിയോ ടേപ്പും വിജിലൻസ് ശേഖരിച്ച് അതും മുഖ്യമന്ത്രിക്ക് നൽകി. തെരഞ്ഞെടുപ്പ് അടുക്കാറായപ്പോൾ, ഇത്രയും 5 കൊല്ലം ആ ടേപ്പുകളും ആ വിവരങ്ങളുമെല്ലാം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വിശ്രമത്തിലായിരുന്നു, പൊടി പിടിച്ച് കിടക്കുകയായിരുന്നു. എന്നാൽ തിരഞ്ഞെടുപ്പിന് കഷ്ടിച്ചിന് 100 ദിവസം മാത്രം ബാക്കിയുള്ളപ്പോഴാണ് മുഖ്യമന്ത്രിയിലെ ഓഫീസിലെ ചില ബുദ്ധി കേന്ദ്രങ്ങൾ അതൊന്നെടുത്ത് പത്രക്കാർക്ക് കൊടുത്തത്. പത്രക്കാർക്ക് കൊടുത്തോടുകൂടി തന്നെ വീണ്ടും പുലിവാലായി. സതീശനെതിരെ കേസെടുക്കാൻ, ഈ വിഷയത്തിൽ സതീശനെതിരെ കേസെടുക്കാൻ യാതൊരു തെളിവുകളും ഇല്ല എന്ന വിജിലൻസിന്റെ റിപ്പോർട്ട് തന്നെ അതിനോടൊപ്പം ഉള്ള സ്ഥിതിക്ക് ആ റിപ്പോർട്ട് അല്ലെങ്കിൽ ആ വിജിലൻസിന്റെ നിർദ്ദേശം പിന്നീട് മാധ്യമങ്ങളിലൂടെ പുറത്തു വരികയും ചെയ്തു. അപ്പോൾ സതീശനെതിരെ കേസെടുക്കണ്ട എന്ന് വിജിലൻസ് പറയുകയും, അതേസമയം മണപ്പാട്ട് ഫൗണ്ടേഷൻ എന്ന ഫൗണ്ടേഷന് വിദേശത്ത് നിന്ന് ധാരാളം പണം വന്നിട്ടുണ്ടെന്നും അത് വി സതീശന്റെ പുനർജനി പദ്ധതിക്ക് വേണ്ടി ചെലവാക്കാനാണെന്നുമുള്ള തരത്തിലുള്ള റിപ്പോർട്ടും വിജിലൻസിന്റെ ഭാഗത്തുണ്ടായി. ഇത് വിദേശത്ത് നിന്നുള്ള പണമിടപാടായതുകൊണ്ട് അത് CBI-യോ അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികളോ അന്വേഷിക്കണം. കേരളത്തിലെ വിജിലൻസിന് അതിന് പരിമിതികളുണ്ട്. വിദേശത്ത് പോയി കേസ് അന്വേഷിക്കാൻ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യൻ നിയമം അനുസരിച്ച് സ്റ്റേറ്റ് പോലീസിന്, സ്റ്റേറ്റ് ഏജൻസിക്കോ കഴിയില്ല. അതുകൊണ്ട് CBI, ED പോലുള്ള കേന്ദ്ര ഏജൻസികൾ അത് അന്വേഷിക്കണം എന്ന നിലപാടിലാണ് വിജിലൻസ് എത്തിച്ചേർന്നത്. പക്ഷേ എന്തൊക്കെയായാലും ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ കളി നടത്തിയത് CPM-ന് തിരിച്ചടിയാകുമെന്ന് വിശ്വസിക്കുന്നവരാണ് ആ പാർട്ടിയിൽ ഏറെയും. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചില വമ്പന്മാരും CPM-ൽ നിന്നും വിഭിന്നമായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്നാണ് അവരുടെ ആരോപണം. അങ്ങനെ പാർട്ടിയുമായി ബന്ധപ്പെടാത്ത, പാർട്ടിയുമായി ബന്ധമില്ലാത്ത, പാർട്ടിക്ക് നിയന്ത്രിക്കാൻ സാധിക്കാത്ത ചില ആളുകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരുന്ന് ഇത്തരം കളികൾ നടത്തുന്നു. അത് പാർട്ടിക്ക് ജനമധ്യത്തിൽ അവമതിപ്പുണ്ടാക്കാൻ മാത്രമേ സഹായിക്കൂ എന്നാണ് ഈ CPM നേതാക്കൾ പറയുന്നത്. അല്ലെങ്കിൽ പുനർജനി പദ്ധതിയുടെ വിഷയം ഇപ്പോൾ എടുത്തിടേണ്ട യാതൊരു ആവശ്യമില്ലായിരുന്നു. കഴിഞ്ഞ 5 വർഷമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അതിൻ്റെ ഫയൽ ഉറങ്ങുകയായിരുന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ, ഒരു വിദേശത്ത് നിന്ന് പണം പിരിച്ച സംഭവം ഉണ്ടെങ്കിൽ അത് നേരത്തെ തന്നെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിന് വിടാമായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ 100 ദിവസം മാത്രമേ കഷ്ടിച്ചിന് തെരഞ്ഞെടുപ്പിനുള്ളൂ. ഏപ്രിൽ ആദ്യ വാരമോ 2ാം വാരമോ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ കഷ്ടിച്ച് 95 ദിവസം മാത്രമുള്ളപ്പോൾ എന്തിനാണ് ഈ സംഭവം എടുത്തിട്ട് ഇതൊരു രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പ്രതിപക്ഷത്തെ കൊണ്ടല്ല ജനങ്ങളെ കൊണ്ട് മുഴുവൻ പറയിപ്പിക്കുന്ന ഒരു അബദ്ധം കാണിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ എന്നാണ് ഇപ്പോൾ CPM-ലെ പല നേതാക്കളും ചോദിക്കുന്നത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് പോലും ഇപ്പോൾ ഇത് പുറത്തെടുത്ത സമയം ഒട്ടും ശരിയായില്ല എന്നാണ് അദ്ദേഹത്തിന് തന്നെ അഭിപ്രായമുള്ളതെന്ന് ചില CPM നേതാക്കൾ രഹസ്യമായി പറയുന്നുണ്ട്. ഏതായാലും മുഖ്യമന്ത്രിയുടെ ഓഫീസും പാർട്ടിയും 2 വഴിക്കാണെന്ന് ഏറെക്കുറെ ഇതിൽ നിന്ന് വ്യക്തമാവുകയാണ്. സതീശനെ കൊടുക്കാൻ പുനർജനി കൊണ്ട് പറ്റില്ല. അത് കാരണം അദ്ദേഹം വ്യക്തിപരമായി അതിൽ പണം വാങ്ങിച്ചിട്ടില്ല, വ്യക്തിപരമായി അദ്ദേഹം അതിനകത്ത് ഇടപാട് നടത്തിയിട്ടില്ല. പണം ആവശ്യപ്പെട്ടു എന്നുള്ളൊരു വീഡിയോ ക്ലിപ്പ് മാത്രമേ ഇതിൻ്റെ തെളിവായിട്ട് മുന്നോട്ട് വയ്ക്കാനുള്ളൂ. അത് ആർക്ക് പണം കൊടുക്കണം എന്നൊന്നും അദ്ദേഹം പറഞ്ഞിട്ടുമില്ല. അപ്പോൾ മണപ്പാട്ട് ഫൗണ്ടേഷൻ അദ്ദേഹം തമ്മിൽ ബന്ധമുണ്ട് ഇതൊന്നും തെളിയിക്കാൻ സാധ്യമല്ലെന്നിരിക്കെ ഇത്തരത്തിൽ ഒരു സാധനം തട്ടിക്കൂട്ടിയെടുത്ത് മാധ്യമങ്ങൾക്ക് കൊടുത്തത് ഗുണത്തെക്കാളേറെ ദോഷമേ ചെയ്യൂ എന്നാണ് CPM നേതാക്കൾ പലരും പറയുന്നത്.